ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, ബെറ്റർ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. തിരൂർ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറി നാടിന് സമർപ്പിക്കും. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. 23,000-ൽ പരം പുസ്തകങ്ങളാണ് ലൈബ്രറിയിലുള്ളത്. 13,000-ൽ പരം പുസ്തകങ്ങൾ സർക്കാർ ധനസഹായത്തോടെ വാങ്ങിയതാണ്. 10,000-ൽ പരം പുസ്തകങ്ങൾ പൊതുജനങ്ങൾ സംഭാവന ചെയ്തു. സ്കൂൾ സ്ഥിതി ചെയ്യുന്ന തെക്കുമുറിയിലെ പൊതുജന വായനശാല വേണമെന്നുള്ള ആവശ്യം പരിഗണിച്ച് സ്കൂളിൽ രൂപം കൊണ്ട ഡൊണേറ്റഡ് ബുക്സ് ലൈബ്രറി തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും. തിരൂർ ബോയ്സ് സ്കൂളിൻ്റെ ലൈബ്രറി 27-ാം തീയതി ബഹുമാനപ്പെട്ട തിരൂർ MLA ആദരണീയനായ കുറുക്കോളി മൊയ്തീൻ ഡൊണേറ്റഡ് ബുക്സ് പൊതു ലൈബ്രറി ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു ആശയം ഒരു 3 വർഷം മുമ്പ് ബഹുമാന്യനായ ഇപ്പോഴത്തെ തിരൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഒട്ടനവധി വായനക്കാർ നമ്മുടെ ലൈബ്രറി സന്ദർശിച്ച് അവരുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാവർക്കും വായന ഉപയോഗപ്പെടുന്ന രീതിയിൽ ഈ ലൈബ്രറി മാറണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ നിയമവശമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ബഹുമാന്യ നമ്മുടെ DD രമേശ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് നിർദ്ദേശം തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലൈബ്രറി പൊതു ലൈബ്രറി ആയിട്ട് പ്രഖ്യാപിക്കാൻ PTA തീരുമാനമെടുക്കുന്നത്. MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം DDE KP രമേഷ് കുമാർ, ചെയർപേഴ്സൺ AP നസീമ, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ PTA പ്രസിഡന്റ് AK ബാബു, SMC ചെയർമാൻ ഷിഹാബ് അടിപ്പാട്ട്, HM സുപ്രിയ PK, രഘുനാഥ് TV, വിനോദ് MC എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.